Hey guys, welcome back to Wayanadan vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലി വീഡിയോ ഒന്നുമല്ല. കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഈ എപ്പിസോഡ് തനി നാടൻ ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുരുളി തോരനാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കണ്ടുവരുന്ന ചുരുളി. ശരിക്കും ആർക്കും അറിയില്ല വെച്ചാൽ കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയില്ല. ആ ഒരു അവസ്ഥയാണ് ഈ ചുരുളി കൊണ്ട് തോരൻ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കറി വെക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുരുളിയും കൊണ്ട് എങ്ങനെ തോരൻ വെക്കാം എന്നതിനെ കുറിച്ചാണ്. ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നേരം കൂടുതൽ കാഴ്ചകൾ. ചുരുളിത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചുരുളീൻ്റെ കൂമ്പ് കളക്ട് ചെയ്യണം. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലാവുമ്പോൾ പുഴവക്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലായിടത്തും ചുരുളി ഉണ്ടാവും. പക്ഷെ നമുക്കിതിൻ്റെ ഒരു ഗുണം അറിയില്ല, അതുപോലെ തന്നെ നമുക്ക് തോരൻ വെക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്താക്കാം, ആദ്യം നമ്മളിതിൻ്റെ കൂമ്പ്, അതായത് നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന രീതിയിലുള്ള കൂമ്പുകൾ നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കളക്ട് ചെയ്ത കൂമ്പുകളെല്ലാം നമ്മളൊന്ന് കഴുകി അതിൽ വെള്ളം വാരാൻ വേണ്ടി വെക്കുകയാണ്. അതായത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളെന്താക്കുക, ഒരു ചോർപ്പുള്ള പാത്രത്തിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊക്കോളും. പിന്നെ നന്നായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനം ഒരു 2-3 മുളക്, അത് നന്നായി അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു സവോള, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം പാത്രത്തിലേക്ക് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്, അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ. ഇതെല്ലാം കൂടെ നമ്മുടെ പാത്രത്തിലേക്ക് ഇടുക. നമ്മൾ അരിഞ്ഞു വെച്ച കൂമ്പ്, ചുള്ളിക്കൂമ്പ്, സവോള, തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ലൈറ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഈ ഒരു കളറിങ് തോന്നുന്നത്, ഇത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം എത്താൻ ഭാഗത്ത് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതായത് നമ്മുടെ ചുള്ളിക്കൂമ്പ്, സവോള, പച്ചമുളക്, 1/2 മുറി തേങ്ങ, ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെ അടുപ്പത്ത് പാത്രം വെക്കുന്നു, അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുക് ഇടുന്നു. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇളം ചൂടിൽ വേണം നമ്മളിത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അടിക്ക് പിടിക്കാതിരിക്കുള്ളൂ. പിന്നെ നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി എണ്ണയും കടുകും എല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കുക. കറക്റ്റ് അതിൻ്റെ വേവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് നമ്മളത് മൂടി വെക്കുക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളെന്തൊക്കെ മൂടി തുറന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താക്കണം, എടുത്ത് തുറന്ന് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞ് എന്താക്കുക, ഒന്നുകൂടെ ഒന്ന് നേരത്തെ അടച്ചു വെച്ചിരുന്നു, അതൊന്നുകൂടെ തുറക്കുക, ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ മുട്ട.
ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ ചുരുളി തോരൻ തയ്യാറായിട്ടുണ്ട്. ഉപയോഗിക്കാനും ഔഷധ ഗുണമുള്ളതും അതുപോലെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചുരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പുതുമയാർന്ന വ്യത്യസ്തമായ കാഴ്ചകളും വിഭവങ്ങളുമായി ഞങ്ങൾ ഉടൻ നിങ്ങളുടെ മുമ്പിലെത്താം. കുറച്ചു നേരം കൂടുതൽ കാഴ്ചകളും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്.